സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. Hi, welcome to Dr. Wolf Troll. എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. അധിക്ഷേപ പരാമർശം തുടർന്ന് നടൻ വിനായകൻ. ന്യൂസ് 18 മാധ്യമപ്രവർത്തക അപർണ കുറുപ്പിനെതിരെ അടക്കം നടത്തിയ പരാമർശങ്ങൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഓഡിയോ സന്ദേശമായി വിനായകന്റെ പുതിയ അശ്ലീലം. സർ, ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്. അപർണയെയും കുടുംബത്തെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഓഡിയോ മാധ്യമപ്രവർത്തകനായ ഷാജൻ സ്കറിയയ്ക്കാണ് വിനായകൻ അയച്ചു നൽകിയത്. ഷാജൻ സ്കറിയയുടെ കുടുംബത്തെയും വളരെ മോശമായാണ് ഓഡിയോയിൽ വിനായകൻ പരാമർശിക്കുന്നത്. വേദിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത വാക്കുകൾ ഉള്ള ഈ ഓഡിയോ സംഭാഷണം സംരക്ഷണം ചെയ്യാൻ പൂർണ്ണമായും സാധിക്കുന്നതല്ല. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഇവയിൽ ചില ഭാഗങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരെ കേൾപ്പിക്കുകയാണ്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. റെഡിയാ പറഞ്ഞേ, ഞാൻ ഇന്ന് റെഡിയാണ്. നിന്നെ കുറുപ്പല്ല നിന്റെ തന്ത, നിന്റെ തന്ത. എനിക്ക് നിന്നോട് പ്രണയം തോന്നി ഇരിപ്പിക്കുന്ന കെട്ടി നീ എന്റെ കൂടെ വരോ എന്റെ മോളെ? വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. എടി അപർണേ, ഞാൻ നിന്നെ ഇന്ന് അപർണ കുറുപ്പെന്ന് വിളിക്കുന്നു. എടി എന്ന് ഞാൻ വിളിക്കുന്നു, മനസ്സിലായടാ? പ്രിയ പബ്ലിക്, ഇവനെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. അത്രയും വേണോ സാർ? വേണം. ശ്രീ ഷാജൻ സ്കറിയ, താങ്കൾക്കാണ് ഇത്തരത്തിലൊരു സന്ദേശം അയച്ചു നൽകിയത്. എന്തുകൊണ്ടാകാം താങ്കൾക്ക് ഇങ്ങനെ സന്ദേശം അയച്ചു നൽകിയത്? ജൂലൈ മാസം 23-നാണെന്ന് തോന്നിയ വിഷയം, ഇയാൾ VS അച്യുതാനന്ദനെ അധിക്ഷേപിച്ച വിഷയം ചൂടാ നിൽക്കുമ്പോൾ ഞാനൊരു ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. ഞാൻ അറിയാം ധാരാളം കേട്ടിട്ടുണ്ട്. പറഞ്ഞിരുന്നു, ഇയാളെ വെറുതെ വിടും, ഇയാൾ എന്തെങ്കിലും ചെയ്യട്ടെ, ഇയാളൊരു കുഴപ്പക്കാരനാണ്, നമ്മൾ ഇയാളുടെ പുറകെ പോകുന്നത് കൊണ്ടാണ് 100% ഞാൻ യോജിക്കുന്നു. എന്നും പറഞ്ഞ് ഞാൻ അയാൾക്ക് പോസിറ്റീവ് ആകും, ഒരു പരിധി വരെ ഇയാൾ ഇങ്ങനെയാണ് നന്നാവത്തില്ല എന്ന് കരുതി ഒരു വീഡിയോ ചെയ്തു. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഈ വീഡിയോ ചെയ്ത് അന്ന് അയാൾ എന്നെ കുറേ തവണ വിളിച്ചു. ഞാനൊരു പരിപാടിയിൽ ഇരിക്കായിരുന്നു, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ഒരു 100 തവണ വിളിച്ചിരിക്കുന്നു. വെറുതെ സമയം കളയാൻ ഒരു തമാശക്ക്. അപ്പൊ ഞാനൊരു മെസ്സേജ് ഇട്ടു, എന്താണെന്ന് പറയൂ വിനായക, പിന്നെ വിളിക്കാൻ. പിന്നെ അയാൾ എനിക്കിട്ട മെസ്സേജ് പച്ച തെറി വിളിച്ച് എന്റെ ഭാര്യ എന്റെ മക്കളെയൊക്കെ വിളിച്ച് തെറി പിടിച്ചായിരുന്നു. കറക്റ്റാണ് സാജ, അത് കറക്റ്റാണ്. പക്ഷെ നിങ്ങളൊക്കെ നന്മ നിറഞ്ഞ മാധ്യമ പ്രവർത്തകരായതുകൊണ്ട് എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. സാജന എത്തി വന്നതാണ്. അവക്കല്ല തന്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, പറയാൻ മറന്നായി. തന്റെ അവക്ക് മാത്രമല്ല, ഈ ലോകത്തിലെ നിറം നിറഞ്ഞ തന്റെ അവക്കും ഞാൻ കൊടുക്കും. ഓക്കെ, നാളെ തന്നെ കൊടുക്കും, പുറത്തു വരും. ഓക്കെ സാജ, നല്ലോണം പത്രപ്രവർത്തനം ചെയ്ത് ജീവിക്ക്. ഓക്കെ, തന്റെ ഭാര്യയും തന്റെ മകളും ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുരിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ജീവിതം ഇതുവരെ ഞാൻ വിളിച്ചു പറഞ്ഞല്ലോ സാജ, നാളെ എന്തായാലും തന്റെ മകക്കിട്ട് ഞാൻ കൊടുക്കും. ഓക്കെ, ഭാഷണമാണ് വിനായകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം, പിന്നെ പോലീസുകാർ നന്നാവണം. സോറി, ഞാൻ സമ്മതിക്കില്ല. ഞാൻ വരട്ടെ. ഇങ്ങോട്ട് അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തേക്കണടാ.